അദ്ദേഹം ഇടതുപക്ഷക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഭാഗത്താണ് എങ്കിൽ, കേസും കാര്യങ്ങൾ വരുമ്പോൾ എത്രയോ ലിബറൽ ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ അതിനകത്ത് ഇരട്ടത്താപ്പ് മാത്രം, ഞാൻ ആരെയും ന്യായീകരിക്കാനോ ആരുടെയെങ്കിലും തെറ്റിനെ ശരി വെള്ളപൂശാനോ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ വരുമ്പോൾ ഉള്ള വേഗതയും അല്ലെങ്കിൽ നടപടികളും എന്തുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. രേണുക ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഏറ്റവും പ്രശസ്തയായ, വളരെ പ്രശസ്തയായ ഒരു സിനിമാ പ്രവർത്തകയാണല്ലോ ഡോക്ടർ ആശ ഹാജി ജോസഫ്. അവര് എത്ര ഹൃദയവേദനയോട് കൂടിയാണ് കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ അവരുടെ ഒരു ലേഖനം, സാധാരണഗതിയിൽ അങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അവർ തുറന്നു പറയുന്നു. എന്തുകൊണ്ടാണ് അവർ ആ തുറന്നു പറച്ചിലിന് കാരണം? അവർ കൊടുത്ത ഒരു പരാതി, ആ പരാതി ആർക്കാണ് കൊടുത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ഒരാൾക്ക് കൊടുത്തൊരു പരാതി 14 ദിവസം കഴിയുമ്പോഴും ആ പരാതിയെക്കുറിച്ച് ഒരു നടപടിയും ഇല്ല എന്നുള്ളത് അത് അവരെ ഭയപ്പെടുത്തുന്നു.